ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഡോൺ ബ്ലാൻഡ്സ് എന്ന് പറയുന്ന ഗെയിമുമായിട്ടാണ് ഗൈസ്. നമ്മുടെ പുതിയ ഗെയിം ഇതൊരു സർവൈവൽ ത്രില്ലർ ഗെയിമാണ് ഗൈസ്. അപ്പം ഇതിന് തോനെയൊന്നും പറയാനില്ല. ഇപ്പം മാപ്പാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോഡ് ആയിക്കൊണ്ടിരിക്കുക. അത് ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് നമുക്ക് ഗെയിം എൻ്റർ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ ലോഡിങ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലോഡായിട്ടുണ്ട്. ലോഗിൻ ചോദിക്കുന്നത് ഗൈസ്, അപ്പം പിന്നെ ചെയ്യാം. ക്ലിക്ക് ടു കണ്ടിന്യൂ. ലോഗിൻ ചെയ്യണം ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ഗെയിമിനകത്ത്. 6.5 hours later. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇതിനകത്ത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ആണ് അവർ തരുന്ന ലിങ്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുമെന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിനകത്തല്ല കുത്തേണ്ടത്. അതിൻ്റെ തൊട്ട് താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. ആ രജിസ്റ്ററിനകത്ത് കുത്തിയിട്ട് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡിയും പിന്നെ തൊട്ട് താഴെ അവരൊരു ഒ ടി പി തരും അവർ. അത് നമ്മുടെ മെയിലിനകത്തോട്ടാണ് വരുന്നത്. ആ മെയിൽ അയച്ചു കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കണം. അല്ല, മെയിലിൻ്റെ പാസ്വേഡ് തന്നെ ആയാലും മതി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും, ലോഗിൻ ആവും. അപ്പം നമുക്ക് കണ്ടിപ്പോൾ ഒരു സെർവർ എടുക്കാതെ ചോദിച്ചിട്ടുണ്ട്. ഇത്രയും സെർവർ ലിസ്റ്റാണ് അവർ തന്നിരിക്കുന്നത്. നമുക്കിനകത്ത് ഏതെങ്കിലും സെർവർ എടുക്കാം. ഞാനിപ്പോൾ യൂറോപ്പാണ് എടുത്തിരിക്കുന്നത്. യൂറോപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെലക്ട് കൊടുക്കുക, എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ ഗായ്സ്, ഇങ്ങനെ ഗെയിം സ്റ്റാർട്ടാവുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് എടുത്തു നോക്കാം. ഇത് മതി ഗൈസ്, നമുക്ക് ഫീമെയിൽസ് വേണ്ട, നമുക്കിത് മതി. നമുക്ക് ഈ ക്യാരക്ടർ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കണം. കളർ, അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ അവർ തന്ന കളർ തന്നെ കൊടുക്കുന്നുള്ളൂ. സ്പേസ്, നമുക്ക് സ്പേസും എല്ലാം മാറ്റാൻ പറ്റും ഗൈസ്. സ്പേസ് നമുക്ക് ഓക്കെ, നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. താടിയൊക്കെ വെക്കാൻ പറ്റും ഗൈസ്. നമുക്ക് താടി വേണ്ട, ലുക്കില്ല. ഐ കളർ, കണ്ണിന് നമുക്ക് പച്ച കളർ കൊടുക്കാം. മേക്കപ്പ് ഓക്കെ ഗൈസ്, വേണ്ട, നമുക്ക് സാധാരണക്കാരനായിട്ട് കളിക്കാം. അപ്പോൾ നമുക്ക് നിക്ക് നെയിം അടിക്കാം. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ എടുക്കാം, ഇക്നാക്സ്. ഓക്കെ ഗൈസ്, കൺഫേം. ഓക്കെ, നമുക്ക് ഏത് വേണോ, സിംഗിൾ പ്ലെയർ വേണോ, വിസിറ്റ് വേണോ, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് സിംഗിൾ പ്ലെയർ അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അവർ നമുക്ക് പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ അത് മറ്റേ മൾട്ടിപ്ലെയർ ആണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കപ്പോൾ സിംഗിൾ പ്ലെയർ കളിക്കാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഒരു ഓക്കെ ഗൈസ്. അവരപ്പം കൺഫേം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേൾഡ് നെയിം കൊടുക്കാം. അതിന് നമുക്ക് ഇക്വിനോക്സ് എന്ന് തന്നെ എടുക്കാം ഗൈസ്. ഇക്വിനോക്സ് മംഗ്ലീഷ് കിടക്കുന്നു. ഓക്കെ, നമ്മളെ ഇക്വിനോക്സ് വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്രിയേറ്റ് വേൾഡ് കൊടുക്കാം ഗൈസ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് നെയിം ഇൻഅപ്രോപ്രിയേറ്റ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് മൈ വേൾഡ് എന്ന് കൊടുത്ത് നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് നെയിം ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വേണ്ട. ലെറ്റ്സ് ഡു ക്യാരക്ടേഴ്സ്. നമുക്ക് ആ പേരൊന്ന് സെറ്റാക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പേര് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ വേൾഡിന് ഈക്വെന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അത് 2 ക്യാരക്ടേഴ്സ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗെയിം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ലോഡായി വരുന്നുണ്ട്. വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നിട്ട് സൈഡിലത്തെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആളിനകത്ത് കൊടുത്തിട്ടേക്കുക. എന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം. ഓക്കെ, ലോഡിങ് ലോഡാവാൻ താമസം ഗായ്സ്. നമുക്ക് ലോഡായിട്ട് കാണാം. A few minutes later. ഓക്കെ ഗൈസ്, അപ്പം സ്റ്റോറി മോഡാണ് ഗൈസ്. നമുക്ക് സ്റ്റോറി മോഡ് കണ്ടു നോക്കാം.
permanent, unswerving mission. The blessing of light will always be guiding you. Go, warrior. നമുക്ക് എന്തോന്ന് മനസ്സിലായില്ല. അപ്പോൾ അവിടെ ഇത് വന്നിട്ടുണ്ട്, അൺഫെമിലിയർ വോയിസ് എന്ന് പറഞ്ഞൊരു ഫൈനലി അവയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകപ്പാടെ മനസ്സിലായി എർത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് മാത്രം മനസ്സിലായി. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, കണ്ണ് തുറന്നിട്ടുണ്ട് എന്ന് വിളിച്ചപ്പം. ഓക്കെ, അപ്പോൾ ഒരു ബേർഡാണ്, നമുക്ക് ഒരു ഉരുണ്ടിരിക്കുന്നൊരു മൂങ്ങയാണ് ഗൈസ്. നമുക്ക് ആരാന്ന് ചോദിച്ചു നോക്കാം. മൈ നെയിം ഈസ് ഹെഡി, ഐ ഹേർഡ് എനിവൺ കോൾ മീ ദാറ്റ് മൈ സോളർ. ഓക്കെ, കുറച്ച് ഇതിപ്പം വേർ ഇസ് ദ പ്ലേസ് ഓഫ് ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് നമുക്ക് എന്തോ ഇത് നടത്തുവാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. അപ്പം കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറേ ഉണ്ട് ഗായ്സ്. നമുക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. ഓക്കെ ഗായ്സ്, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ട്യൂട്ടോറിയലാണ്, നമുക്കപ്പം അവർ പറയുന്ന കണക്കൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മൾ ഈ ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ് ഇനീറ്റ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെസ്റ്റ് ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ആ ചെസ്റ്റ് തരത്തിന് തുറന്ന് നോക്കാം. ഒരു കോയിനുണ്ട്, 50 കോയിനകത്ത് ഇരിപ്പുണ്ട്. വലിയുള്ളത് അതാ അപ്പം. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവർ പറയുന്ന സ്ഥലത്തോടൊന്ന് പോയി നോക്കാം. ഇതിനകത്ത് കണ്ടേ സ്പ്രിൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിപ്പോൾ ചാടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്വിച്ച് വാക്ക് ചെയ്തുകൊണ്ട് ഓക്കെ ഗൈസ്, ചാടാനില്ലയോ സ്വിച്ച്. റണ്ണിങ് മോഡ്, വാക്കിംഗ് മോഡ്. ഓക്കെ, മോഡാണ് ഗൈസ് റൺ ചെയ്യുന്നത്. ചാടാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹണ്ടൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈ പതുക്കെ ഇരുന്ന് ഇങ്ങനെ പോകാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മേലോട്ട് പോവാം. എന്തോ പുതിയൊരു സംഭവം കണ്ടു ഗൈസ്, റോക്ക്. ഓക്കെ, നമുക്ക് റോക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പോൾ വുഡ് എല്ലാം എടുത്ത് വെക്കാൻ പറ്റും ഗൈസ് ഇവിടെ കിടക്കുന്നത് നമുക്ക്. അപ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന സാധനം മൊത്തം നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ റോക്കും വുഡും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെന്തോ പണിയാനായിട്ടുണ്ടാവും. സ്റ്റോൺ ആക്സ് ആണ് ഗൈസ്. റോക്കും വുഡും വെച്ച് നമുക്ക് ആദ്യമേ തന്നെ തന്നിരിക്കുന്നത് സ്റ്റോൺ ആക്സ് പണിയാനാണ്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ ഗൈസ്, അത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. അതാണ്ട് ഗൈസ്, നമ്മുടെ ഇപ്പോൾ സ്റ്റോൺ ആക്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവർ പല നേരത്തോട്ട് പോയി നോക്കാം ഗൈസ്. ഇറങ്ങാൻ പറ്റുന്നില്ല, വെട്ടിമുറിക്കണം. ഓക്കെ ഗൈസ്, അതങ്ങനെ മുറിച്ചിട്ടുണ്ട്. ലെവൽ 2 ഗൈസ് നമ്മൾ. ഓക്കെ, നമ്മൾ ആ സ്ഥലത്ത് നിന്ന് വെളിയിലോട്ട് പോയിട്ടുണ്ട്. കൊള്ളാം ഗൈസ്, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ട് ഗെയിം എന്ന്. ഓക്കെ, ചേഞ്ചസ് ഓക്കെ, അവർ പിന്നെ അടുത്ത നമ്മളെ കമ്മ്യൂണിക്കേഷൻ തന്നെ അത് നമുക്ക് വായിക്കണം. അവർ നമുക്ക് പറഞ്ഞൊന്നും തരത്തില്ല, അതുകൊണ്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അവിടെ ടെലിപ്പോർട്ട് ബീക്കാൻ വെച്ചിട്ടുണ്ടെന്നാണ് ഉണ്ടാകുക. അതർ പ്ലേസ് അഫക്റ്റഡ്. ഓക്കെ, നമ്മളതൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല. ക്രിയേറ്റ് വുഡ് പ്ലാങ്ക്. അപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന കൺഫേം. ഓക്കെ, ഷീൽഡാണ്. ഷീൽഡ് ഓക്കെ ഗൈസ്, നമ്മൾ ഈ ചാടുന്നതിനകത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത്. ഗൈസ്, ഇങ്ങനെ ചാടിയിട്ട് ഇങ്ങനെ കുത്തി പിടിച്ചാൽ മതി ചാടുന്നതിനകത്ത്. അപ്പോൾ നമുക്ക് ഈ സാധനം ആക്ടിവേറ്റ് ആയതാണ് നമ്മൾ നിരങ്ങി പോകുന്നത്. ഓക്കെ, അത് നമ്മളൊരു പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു മാൻ നിൽക്കുന്നു. മസ്കിഡിയർ ക്വൈറ്റ് ഡേഞ്ചറസ്. അനദർ എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. ആ ഹ്യൂജ് ട്രീ ലുക്കിംഗ് ലൈക്ക് അബൌട്ട് റൈറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് അവർ പറയുന്നതൊക്കെ ആദ്യമേ ചെയ്യാൻ ട്യൂട്ടോറിയലായതുകൊണ്ട്. ഓക്കെ, മരത്തിൻ്റെ അടുത്തോട്ട് വരാനാണ് പറയുന്നത്. ചെറിയൊരു ലാഗുണ്ട് ഗൈസ് ഗെയിമിനകത്ത്. മരത്തിൻ്റെ അടുത്തല്ല. ഓക്കെ, എന്തൊക്കെ നടക്കുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ അതിനെ അങ്ങനെ വെട്ടിക്കൊന്നിട്ടുണ്ട്. എന്തോ പുതിയൊരു സാധനം മെറ്റീരിയൽ പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ ഇവർ പറയുന്നത് മരം വെട്ടാനാണോ? അതെ ഗൈസ്, മരം വെട്ടാനായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വെള്ളത്തിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മരം വെട്ടി മരത്തിൻ്റെ മണ്ടയിൽ കൂടെ നടക്കാം. അതായിരുന്നു വേറെ പരിപാടി നമുക്ക് ട്യൂട്ടോറിയലിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും നമുക്ക് അവർ പറയുന്ന കണക്കൊക്കെ ചെയ്യും, എന്തുവാന്ന് അറിയത്തില്ല. ഓക്കെ, അടുത്ത സ്ഥലത്തോട്ട് എല്ലാം പറയുന്നുണ്ട്. ഇവിടെ എന്തൊരു ഒരു ജീവിയൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കതിനെ കൊല്ലണം. ഓക്കെ, അതിനെ കൊന്നപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു മെറ്റീരിയൽ തന്നെ കിട്ടണം. എന്തുവാന്ന് അറിയത്തില്ല നമുക്ക്. ഓക്കെ, അങ്ങനെ നമ്മൾ ബീക്കണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, അല്ല ടെലിപ്പോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്നിട്ട് സാൻഡ് സിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് കുത്തി നോക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്താണ്ടൊക്കെയൊക്കെയോ നടക്കുന്നു ഗൈസ്. അത് പൊങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തോ കിട്ടിയ ടെലിപ്പോർട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ടെലിപ്പോർട്ട് ആവാനുള്ള സാധനമാണ്. അപ്പം നമുക്ക് അതിപ്പോൾ തൽക്കാലത്തേക്ക് ഉപയോഗിക്കണ്ട. ആഫ്റ്റർ റെസ്പോൺസ് ഓക്കെ ഗൈസ്, ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ്ട് ഇത് തിരികെ ചെയ്യാവുന്ന. ഓക്കെ, നമുക്കപ്പം ഇവിടെ കുറ്റക്കാർ പറയുന്നുണ്ട്. ഓക്കെ, അവർ പറയാൻ നമുക്ക് ചെയ്യാം. നെയിം ഓഫ് മോൺസ്റ്റർ, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കവി? ഒന്നും മനസ്സിലായില്ല. ഓക്കെ ഗൈസ്, ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ അച്ചടിച്ച് വിടാം. നമുക്ക് വായിച്ചു നോക്കാൻ സമയമില്ല. കഥ നമുക്ക് പിന്നെ അറിയാം, അവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഗൈസ്. ഇവിടെ എന്താണ്ടൊക്കെ കുറേ സാധനം വന്നു കിടപ്പുണ്ട്. നമുക്ക് അതൊക്കെ എന്തോ നോക്കട്ടെ ഗൈസ്. ജസ്റ്റ് ഷോപ്പിനകത്ത് എന്തോ വന്ന് കിടപ്പുണ്ട് ഐറ്റത്തിനകത്ത്. ഓക്കെ ഗൈസ്, വാങ്ങിക്കാനാണ് നമുക്കപ്പോൾ. ഈ തൂവലാണ് കഴിയാൻ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഓഫറാണെന്ന് തോന്നുന്നു ഗൈസ്. അത് ഇറക്കട്ടെ. പിന്നെ അതിനകത്ത് തന്നെ എന്തോ. ഓക്കെ, ഡെയിലിക്കകത്തൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് ഗൈസ്. ഓക്കെ, ലീഫ് ഡ്യൂ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്തോന്നും അറിയത്തില്ല. പിന്നെ മെയിലിനകത്ത് എന്തോ നടപ്പുണ്ട്. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഇതിനകത്ത് കയറിയതിൻ്റെ ഇതാണ്. അപ്പം അതും അവിടെ കിടക്കട്ടു. ഓക്കെ, അപ്പോൾ പിന്നെ ഇവിടെ വേറെ കുറേ അപ്പോൾ ടോപ്പപ്പ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. വരുന്നവർക്ക് എന്തുകൊണ്ടെങ്കിലും ചെയ്യാൻ ടോപ്പപ്പൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കുറേയൊക്കെ നമുക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസൊക്കെ. ഓക്കെ, അതും അങ്ങനെ ഇവിടെ കിടക്കട്ടെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതും അത് തന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ക്ലെയിം. ഓക്കെ, നമുക്ക് ഡെയിലി റിവാർഡ്സിനകത്ത് വരെ അടുത്ത സാധനം ക്ലെയിം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതും അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്കാം. മരത്തിൽ കൂടെ തന്നെ പോകാം. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയല്ലോ, പറയാൻ പറ്റില്ല. ഒന്നും പറ്റിയില്ല ഗൈസ്, നമുക്ക് നീന്താൻ പറ്റുമായിരുന്നു. നമുക്ക് റാസ്ബെറി കിട്ടിയിട്ടുണ്ട് ഗൈസ്, റാസ്ബെറി. ഓക്കെ, ഫുഡ്. നമ്മുടെ കയ്യിൽ നിന്ന് മെഡിസിൻ ആയിരുന്നു ഗൈസ് അത്. ഇന്നത്തെ നമുക്ക് ആഡ് ചെയ്യാനോ ടൂൾസ് അവൈലബിൾ. അത് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന എവിടെയാണ് ഗൈസ്? എന്താ ചാടിപ്പോ അങ്ങോട്ട്. ഓക്കെ ഗൈസ്, നീന്തുന്നതിനകത്ത് ഇതിനകത്താണ്ട് ഈ ചോപ്പ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിം ചെയ്യാനുള്ള ടൈമും ചോപ്പ് കാണിക്കുന്ന ലൈഫ് കുറയുന്നതാണ് ഗൈസ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഏതാണ്ടൊരു മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. നിരങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് നിരങ്ങി നോക്കാം. ഓക്കെ ഗൈസ്, ആ മൂങ്ങ നിൽക്കുന്നിടത്ത് ഡേഞ്ചറസ് കെയർഫുൾ എന്ന് എഴുതിയിട്ടുണ്ട്.
ഇവിടെ നല്ല നമ്മളെ വാമാക്കാനായിട്ടുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്ക് മീറ്റൊക്കെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. നമുക്ക് വുഡ് ആഡ് ചെയ്ത് ഇവിടെയാണ് നമുക്ക് ചൂടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മാനുവും തല്ലിക്കൊല്ലാൻ പറ്റും നോക്കാം. കൊന്നു ഗൈസ്, അല്ല ചത്തു ഗൈസ്, കൊന്നു. ഒന്നും കിട്ടിയില്ല. ഇല്ല ഗൈസ്, നമുക്കൊന്നും കിട്ടിയില്ല, പറ്റിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോടെ എന്തായാലും ഒന്ന് പോയി നോക്കാം. കുറച്ച് റോക്കൊക്കെ ഇവിടെ മഷ്റൂംസൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. റോ മീറ്റ് ഇവിടുന്ന് നമുക്ക് കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കുക്കിങ്ങിന് ഇട്ടിട്ടുണ്ട്. നമുക്കിവിടുന്ന് മഷ്റൂംസ് കളക്ട് ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് മഷ്റൂംസും കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല ഗൈസ്, റോസ്റ്റഡ് മഷ്റൂമിന് റെസിപ്പി പേജ് ഫസ്റ്റ് അൺലോക്ക് ആവണമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, നമുക്കിവിടെ ഓടി അങ്ങ് ചെല്ലാം. ഓക്കെ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. റെയിൽ കാർട്ടൊക്കെ ഇവിടെ പോകുന്നു. നമുക്കിത് എന്ത് സ്ഥലമെന്ന് അറിയത്തില്ല. സൈഡ് എന്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കുറേ പേരിങ്ങനെ കൂടി പോണ്ട്. വെയിറ്റ് ഹോൾഡ് റൈറ്റ് ദെയർ, ഹു ആർ യു എന്ന് ചോദിച്ചേക്കുന്നു വേറെ ആരാണ്ട്. അപ്പം നമുക്ക് നേരത്തെ നടന്ന കടയൊക്കെ നമ്മുടെ ആൾ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങോട്ട്. അപ്പോൾ വാല്യൂ അവരുടെ സംഭാഷണം നടക്കട്ടെ, നമുക്ക് ഓടിച്ചളയാം. ഇതൊക്കെ നമുക്ക് കേൾക്കേണ്ടതാണ്, എന്നാലും നമുക്ക് അത് കേട്ടോണ്ടിരിക്കാൻ സമയമില്ല. ഓക്കെ, നമുക്ക് എന്തൊരു ഒരു സാധനം അൺലോക്ക് ആയിട്ടുണ്ട് ഗൈസ് കളക്ഷനകത്ത്. ഓക്കെ, ക്ലെയിം റിവാർഡ് കിടപ്പുണ്ട്. നമുക്കപ്പം ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവൻ റിവാർഡ് ഇവിടെ എന്തോ ഗൈസ്, എൻവാർഡ്. ഓക്കെ, ഓക്കെ, നമുക്കിവിടെ നിന്ന് സാധനം വാങ്ങിക്കാനാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ നീങ്ങാം. പിന്നെ നമുക്ക് ഇതിനകത്താണ് കൈസ് വന്ന് നടക്കുന്നത്. എന്തോ വന്നിട്ടുണ്ട് അച്ചീവ്മെൻറ്റിനകത്ത്, കളക്ഷൻസിനകത്താണ് നമുക്ക് ഇപ്പോൾ കളക്ഷൻസ് കിടക്കുന്നത്. നമുക്കപ്പം അതെടുക്കാം. കുട്ടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്ഥലം അവർ പറഞ്ഞ സ്ഥലത്തോട്ട് പോകാം. ഇവിടാണ് കൈസ് വരാൻ പറഞ്ഞത്. ഓക്കെ, ക്രാഫ്റ്റിനകത്ത് കുത്തി എന്താണ്ട് ക്രാഫ്റ്റ് ചെയ്യാനാണ് കൈസ്. ഓക്കെ, ക്രൂഡ് വെസ്റ്റ് എന്ന് പറഞ്ഞ എന്താ സാധനമാണ് കൈസ്. അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ പുതിയ വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, വുഡൻ ബോ ഗൈസ്, വുഡൻ ബോയ്ക്ക് ക്രാഫ്റ്റ് കൊടുക്കുമ്പം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റോൺ സോഡ് അങ്ങനെ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ആരോ നമുക്ക് വേണം. ബോ നോക്കി ആരോ വേണ്ടായോ. അപ്പം അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് എല്ലാം ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അത് തന്നെ സ്റ്റോൺ സോഡും കൂടെ ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. എന്തോ പറ്റി. ഓക്കെ, അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. വുഡൻ ആരോ കുറച്ചും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇരിക്കട്ടാ. ഓക്കെ, അങ്ങനെ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് സാധനം ഒട്ടുമിക്ക നമ്മൾ തീർത്തിട്ടുണ്ട്. എക്യുപ്പ്. ഓക്കെ, ഓക്കെ, നമുക്ക് എന്തോ ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. റൊട്ടേറ്റ് ഒരു അഡ്ജസ്റ്റ് പ്ലേസ് ഉണ്ടോ. നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ കാര്യമുണ്ടോ ശരിക്കും. നമ്മളൊരു നിക്കറും കൂടെ വാങ്ങിച്ചില്ല, അതെന്ത് ചെയ്യും. പാൻറ് എക്യൂപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഷൂ ഒന്നും ഇല്ല, നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അവൈലബിൾ നമ്മൾ വേറെ എന്താണൊക്കെ വാങ്ങിച്ചായിരുന്നു ഗൈസ്. എവിടെ ഇപ്പോൾ ഏതൊക്കെ അതാ കിടക്കുന്നു ഗൈസ്. സ്റ്റോൺ ആക്സും മറ്റേ വുഡും. ഓക്കെ,
നമ്മൾ വേറെ എന്താണൊക്കെ വാങ്ങിച്ചു ഗൈസ്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പിന്നെ എന്താണ്ട് വന്നിട്ടുണ്ട്. മറ്റേ സാധനം പ്ലേസ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ അച്ചീവ്മെൻറ്റ്സിനകത്ത് കളക്ഷനകത്ത് 2 എണ്ണം വന്നിട്ടുണ്ടോ? ഇല്ല, അത് തന്നെ കിടക്കുന്ന ക്ലെയിം റിവാർഡ്. ഓക്കെ ഗൈസ്, നമ്മൾ റിവാർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 5 ഡയമണ്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്ത പിന്നെ അച്ചീവ്മെൻറ്റിനകത്ത് തന്നെ നടപ്പുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ഇക്കിനോക്സ് സൈനിങ് ഓഫ്.